ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം ഒൺലി ആപ്പ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഒരുപാട് ഗെയിമേഴ്സ് കളിച്ചൊരു ഗെയിം തന്നെയാണ്. നമ്മളിപ്പോഴാണ് ട്രൈ ചെയ്യണം. അപ്പോൾ ഗെയിമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എന്തൊക്കെയാണ് ഒൺലി ആപ്പ് എന്ന് ഇവിടെ തന്നെ എഴുതിച്ചാണ്. അങ്ങോട്ട് ആകാശത്ത് കയറി പോകണം. കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. ഇവിടെ എവിടെയാണ് സ്റ്റാർട്ട്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഒരേ ഒരു നൃത്തമാണ്. കണ്ടാ, ഇതെന്താണെന്നാവും. ഇതെന്താണ് അത്ര മാനത്തേക്ക് നോക്കി നിൽക്കണത്? ഒരുത്തന് ഇവിടെ ഒരു ബന്ധം പിടിച്ചു കാണ്ട് അങ്ങോട്ടും ഇല്ല എന്നുള്ള നിലക്കിതാ ഇവിടെ നിൽക്കണം. ആകെ മൊത്തത്തിൽ പ്രശ്നമാണ് ഈ നാട്. പക്ഷെ ഇവിടുത്തെ ഈ പക്ഷികളൊക്കെ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ വയസ്. ഈ മനുഷ്യന്മാർക്ക് മാത്രമേ ഈ പ്രശ്നം ഇതിലുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഇവിടെ നിന്നാണ് അയ്യോ അങ്ങോട്ടല്ല. നമുക്ക് വലിയൊരു കുറച്ച് ടാസ്ക് ആണെങ്കിൽ നമുക്ക് മെല്ലെ പോവാം, അതാണ് നല്ലത്. ഓക്കെ, ഇതിന്മേ പിന്നെ ഒരു കാര്യം, ഈ ബെഡ്മ ചാടി നമുക്ക് അത്യാവശ്യം ഹൈറ്റിക്ക് എത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് അവിടെ ചാടിയിട്ട് കാര്യമില്ല. അവിടെ ചാടി നമ്മളോട് എത്താൻ പോണില്ല. ഇപ്പം നമ്മളിങ്ങനെ മെല്ലെ ആകണം. അടുത്ത ആളവിടെ ഉണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ഒരുത്തനോട് ഇരിക്കണേ. അനങ്ങാത്തൊരു ഗെയിം. എന്താ പറ്റിയെന്നാവും ഈ ലോകത്തിന് ഇതെന്ത് പറ്റി? ഈ തള്ള എന്തൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. തള്ളൻ എനിക്ക് തീരെ പറ്റണില്ല. ഓക്കെ, ഇനി വണ്ടിക്കോ. വേണ്ടാ, ഒരുത്തന് ഇതാ പെരപ്പുറത്ത് ഇരുന്നാണ് ടി വി ആണ്. ടി വി അല്ല, അവൻ്റെ കൈക്കിൽ എന്താ ടാബോ അങ്ങനെ എന്തോ ഒന്നുണ്ട്. ടാബും ടി വിയുടെ ഒപ്പം കാണുന്നതാ. എന്തോന്ന് മനുഷ്യനുടെ ഇത് ഗെയിം തലക്ക് നമ്മളെ മാതിരി ഗെയിമൊക്കെ തലക്ക് പിടിച്ച് ഒരുത്തനാണ് തോന്നുന്നുണ്ടത്. പെരക്കാർ എല്ലാവരും പെരി ഇരുന്നാണ്ട് പറയണ്ടാവും 24 മണിക്കൂർ ഫോണുമ്പോൾ തന്നെ പറയണ്ടാവും. അപ്പം അട്ടത്തേക്ക് എഴുതിയതാണ് തോന്നുന്നുണ്ട് ചെക്കൻ. അയ്യോ മുകല്ലേ അതാ പന്നിയാവും. ഈ പന്നീനെക്കാരെ മേലെ കൊടുന്ന് വെച്ച് ഇവിടെ മൊത്തത്തിൽ പൗസായി പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടാ, ഈ പന്നിയൊക്കെ ഇവിടുന്ന് നിലത്തേക്ക് ഉഗണതാ അതാ പോണേ. ഇല്ലാന്ന് പറഞ്ഞാണ്ട് അപ്പോൾ പൗസായി നിൽക്കണം. നോക്കി, അങ്ങോട്ടും ഇല്ല. പക്ഷെ ഇത് പക്ഷികൾക്ക്, മറ്റ് പക്ഷികൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ബട്ട് ഈ പന്നി എങ്ങനെ ഇതിൻ്റെ മേലെത്തി എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഗൈസ്, ഈ ബെഡ്മ ചാടി നമുക്ക് ഒറ്റയടിക്ക് മേലെത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തോ സെറ്റപ്പാണ്. ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ മണ്ടറാ. എത്തി. നമ്മൾ ഒറ്റയടിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തി. സുഖായി ലാഭായില്ലേ. അത് ഒരുത്തനാ പരിയിരിക്കണുണ്ട് ഗൈസ്. എന്തിനാണോ എന്തോ ഒരേ തെച്ചുങ്ങളൊക്കെ എന്തിനാണ് ഈ അട്ടത്തൊന്നാണ് പെരെടുത്ത് താമസിക്കുന്നത്. അല്ല, പെരെടുത്ത് താമസിക്കണോടെ കേട്ടോ. നിങ്ങൾ അനങ്ങാതായിക്കണം. എന്താ ഈ ഗെയിമിൻ്റെ സ്റ്റോറി എന്താണെന്നാവും എനിക്ക് തോന്നണ. ഒരു സ്റ്റോറി ഇല്ല. അങ്ങനെയാണെങ്കിലും ഈ നമ്മളിപ്പോൾ കളിക്കണ നമ്മളെങ്ങനെ അനങ്ങും? നമ്മളൊരു മനുഷ്യനാണല്ലോ. ദിസ് ഈസ് പ്രശ്നമാണ്. ഈ ഗെയിമിൻ്റെ പിന്നിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് ഗൈസ്. നമുക്ക് ആ നിഗൂഢത ഒന്നും അറിയില്ല. എന്തോ തീട്ട മ്യൂസിക്കൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഇതതിനെ ഒഴിവാക്കാൻ പറ്റുമോ? പണ്ടാറ മ്യൂസിക് ഇത് കേൾക്കുമ്പോഴേ എനിക്ക് പിരാന്ത് പിടിക്കുന്നുണ്ട്. പോടാ മുണ്ടാതിരിക്കുക തള്ളേ. ഗൈസ്, ഇവിടെ ഒരു ബെഡ് ഉണ്ട്. ഇതിമേ നമ്മൾ ചാടിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചാടിയത് മുമ്പൊക്കെ പോകത്തുള്ളൂ. അതായത് മുമ്പൊക്കെയാണ് നമ്മൾ ചാടി പോവുള്ളൂ. അപ്പോൾ മുമ്പൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒന്നിമൊക്കെ എത്തൂല. കാരണം അത്രയും ഹൈറ്റിൽ എന്തായാലും ഇത് ചാടൂല. കുറച്ച് ഹൈറ്റിലേ ചാടുള്ളൂ. പക്ഷെ അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ നമ്മളെന്തായാലും താഴത്തേക്ക് തന്നെ എത്തും. താഴത്തെ നല്ല മഞ്ഞൊക്കെ ഇട്ടാണ് നല്ല മൂടി നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ തന്നെ എത്തും. അപ്പോൾ അത് റിസ്ക് അല്ലേ. നമുക്ക് മേലെ കൂടി വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കാം. അതാണ് ബെറ്റർ. മെല്ലെ പോയാൽ മതി. ഇപ്പം പായുണ്ട്. മെല്ലെ പോകാം. ഇവിടെ വളക്കാണ്ട്. ഇവിടെ ഒരു വളവുണ്ട്. നമുക്ക് വളക്ക് കൊട്ടിലോരൊക്കെ വളക്കണ കാര്യമാണ് നമ്മൾ വളക്കണേ. അങ്ങോട്ടില്ല. അല്ല, ഇപ്പോൾ ഇവിടെ നിന്നൊരു ഉള്ളിലൊക്കെ ഒരു വൈദ്യ കാണണേ. ഇതിൽ കൂടി പോയോക്കല്ലേ. എന്തേലും നിലത്തേക്ക് പോകല്ല കേട്ടോ മോനെ. എനിക്ക് അത്ര എന്നോട് പറയാനുള്ളൂ. ഒരു പൊട്ടിത്തെറുപ്പുള്ള ചെക്കനാണ്. ചിലപ്പോൾ അതിൻ്റെ ഇഷ്ടത്തിന് പോകും. ഒന്നാമത് എൻ്റെ മൗസ് ചെറിയൊരു സെൻസിറ്റീവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ എന്തോ അല്ലേ പറയാം. അങ്ങനെ എന്തോ ആണ്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മൗസ് വെച്ചിട്ടാണ് ഇതിൻ്റെ മൂമെൻറ്റുകൾ ചേഞ്ച് ആവുകയല്ല മോനെ. ഓക്കെ നിൽക്കുക. സീതാനെ അമർന്ന് നിൽക്കുക. പോല്ലാണ്ട് ഞാൻ ഇവിടെ ഒരു കൊടുന്നുകാണ്ട് നിലത്തിങ്ങനെ വീട്ടുണ്ടെങ്കിലേ വെയ്യ. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുക. കേറിക്കൂടെ സീതാനെ. ഇവിടെ നോക്കൊരു കീറി.
കീറ ആ മുകളിലട്ടെ നീ ഏകദേശം ഇതിൻ്റെ മേലൊക്കെ കയറ്റി വന്നുണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ വീണ്ടും മേലേക്ക് നമ്മളിതാ ഉയർന്ന് ഇതാരാ ആ പേരൻ്റെ ഉള്ളിലുണ്ടോ ഗൈസ്? ഒരു 3 ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ എന്തോ സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ട്. എടാ എന്തോ വേറെ എന്തെങ്കിലും പരിപാടിയൊന്നും ഇല്ലല്ലോ. ഒരു ഡൗട്ട്. നമ്മൾ അന്യന്മാരുടെ പ്രൈവസിയിൽ ഒളിഞ്ഞ് നോക്കണ്ട അല്ലേ? അല്ലേ എന്നാലും അത് അങ്ങനെ അല്ലല്ലോ അല്ലേ? എന്താ പക്ഷേ നമ്മളിനി ഇവിടുന്ന് എന്ത് ചെയ്യും? അതാരാ ഗൈസ്? ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അവൻ നിലത്തേക്ക് പോകല്ലോ, അവനെ നിലത്തേക്ക് പോകല്ലടി. ഓക്കെ ഗൈസ്, ഇതാരാ? അത് ഒരു കുട്ടിയല്ലേ ഇത്? കൈക്കലെന്തോ പമ്പരം എന്തോ ഉണ്ട് ഗൈസ്. ഇത് നിലത്തേക്ക് പോകാൻ നിൽക്കണോ? അടിമടി വെച്ചാൽ പോവും. തള്ളിയിടാൻ വെച്ചതിനെ. ഇവിടെ ഒരുത്തൻ ഗെയിം കളിച്ചാണ്. ഈ പേരൻ്റെ അട്ടത്തിരുന്നിട്ടൊക്കെയാണ് ഒരുത്തൻ ഗെയിം കളിക്കുന്നത്. എന്തോന്ന് അവസ്ഥയുടെ ഇങ്ങനെയുണ്ടോ കുട്ടികൾ? അയ്യേ, ഇതെന്താ ക്ലോസ് വെച്ച് അട്ടത്തോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ അട്ടത്ത് വന്ന് കാര്യം സാധിക്കാൻ മാത്രം ഉള്ള ഒരാൾ ആരായിരിക്കും? പടിയുന്നൊരു എമർജൻസി കേസ് അത്രയും സഹിക്കാൻ പറ്റാത്ത ഒരാൾ എങ്ങനെ ഈ തള്ളെന്തൊക്കെയാണ് പറയേണ്ടത് ഗൈസ്? അതായത് ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും ഒരു എന്താ പറയുക, സഹിക്കാൻ പറ്റാത്ത ഒരാൾ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇയാൾ എങ്ങനെ ഈ സാധനത്തിൻ്റെ മേലെ കൂടിയൊക്കെ കൊത്തിപ്പിടിച്ച് ഇവിടെ വരെ വന്നിട്ട് കാര്യം സാധിക്കും? എന്തിനു വേണ്ടിയിട്ടാണ് ഈ അട്ടത്ത് ഇങ്ങനെ ഒരു സാധനം കൊടുത്തിക്കണമെന്ന് മനസ്സിലായിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അടിയിൽ നിന്ന് അയാൾ ഇങ്ങോട്ട് മേലേക്ക് കയറി വരുമ്പോഴത്തേന് സംഭവം ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. മനസ്സിലായോ? സംഭവം ഓട്ടോമാറ്റിക്കലി അത് പോയി കഴിയും. പിന്നെ നമ്മൾ എന്തിന് ഇതിൻ്റെ മേലെ വരെ കയറി വരും ഗൈസ്? ഇനി ഇവിടുന്ന് ഫുൾ കമ്പികളുടെ കളി. ഈ കമ്പി കൂടി ഇങ്ങനെ ചാടിപ്പോണം. ആ കമ്പി അങ്ങനെ പോയിട്ട് അവിടെ എത്തണം. പക്ഷേ ഈ സെൻറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ അയിമക്ക് എത്തുമോ? എയിമിൽ കൂടി പോയാലോ അയിമക്ക് എത്തല്? പക്ഷെ നമുക്ക് ഇതിൽ കൂടി തന്നെ പോവാം. ബെല്ല പോകണം. അതാണ് ആകെയുള്ളൊരു പ്രശ്നം. ഇവിടുന്ന് വീട്ടുണ്ടെങ്കിൽ ഒക്കെ കഴിഞ്ഞ്. ചെക്കനൊരു ചെക്കനാണിത്. സലാത്തും വതസ്ലീമു വഅസ് കാത്തലിയത്തി അലൽ മുസ്തഫൽ നോക്കിട്ടാ. അയ്യോ എടാ, ടെൻഷൻ ആക്കല്ലടാ ഒന്ന്. അയ്യോ ശ്വാസമൊന്ന് നേരെ പെട്ടോ ഗൈസ്. ഇവിടെ നമുക്ക് പോകാൻ പറ്റൂലേ? ചെക്കൻ മനുഷ്യനെ ടെൻഷൻ ആക്കും പോലെ. ഓക്കെ, പണിയായി എന്നാ തോന്നുന്നു ഗൈസ്. കാരണം അത് അവിടുന്ന് അടിയിൽ തന്നെ ചാടണു. പണി പാളി. അള്ളിയാ പണിപ്പാളി അള്ളിയാ. നമുക്ക് പോകണമെങ്കിലത് അങ്ങനത്തെ ആണട മോനെ. നമ്മൾ പോവേണ്ടത് പണി ചെറുതായിട്ട് പാളി. പോയി നോക്കാം ഗൈസ്. രണ്ടും ചെകുത്താനും കടലിനും നടുവിൽ പെട്ട അവസ്ഥ എന്നൊക്കെ പറയണത് ഇതാണെന്ന്. ഇവിടുന്ന് ചാടാനുള്ളതാണ് ഏറ്റവും ഡേഞ്ചർ. അത്രയും അയച്ചിക്കാണ്ട് ഇറങ്ങിപ്പോണം. കുറച്ച് സമാധാനം വന്നു. ഇനി നമ്മളെങ്ങനെ പോകും? തിരിഞ്ഞ് കളിച്ചല്ല കുതിര. അവിടെ അമർന്ന് നിൽക്കാനാണ്ട് എത്തിച്ചു തരാം. പ്രശ്നം ഉണ്ടെന്നാലും നമ്മൾ ഇതിന്മേൽ കയറിയാൽ ഇങ്ങനെ പോയി അങ്ങനെ വന്നിട്ട് പിന്നെ അതിങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് പോവും. പക്ഷേ നമ്മൾ ശരിക്കും എങ്ങോട്ട് പോകേണ്ടിന്ന് പോലും എനിക്ക് മനസ്സിലായി ചെയ്യപ്പെടും. പക്ഷെ നമ്മളിവിടെ നിന്നാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ചക്ക ഒന്ന് ബെല്ലപ്പൂടാ, പേടിയാവണ്ടാ. അടിയിലൊരു വളഞ്ഞു പോണൊരു പൈപ്പുണ്ടോ ഗൈസ്? അയിമക്ക് എത്താൻ പറ്റിയ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അയിമക്കടെ ചാടിയാലോ? പണിയാവോ? റിസ്ക് ആണോന്നാവും.
ഗൈസ് ഇത് ചില്ലറ ഗെയിമല്ല. ഇതിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഈ കമ്പിമ നീ അടിത്ത് കമ്പിമൊക്കെ ചാടുക, അത് അത്യാവശ്യം നല്ല ഒരു 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 ആളെ ജീവൻ കളയുന്ന ഒരു സംഭവമാണ്. ഒരു ടെൻഷനും എല്ലാം കാടി ഒരു ഇതിങ്ങോട്ട് വരും. കളിക്കണത് മനസ്സിലാവും. ഇത്ര റിസ്ക്കാണ്. അയ്യോ പണി പളിയാ. ഇവ കയറാൻ പറ്റൂല നമ്മൾ മൂഞ്ചി. കയറാൻ പറ്റി. ഓക്കെ ഇത് നമ്മൾ കയറിയിട്ട് ഞങ്ങളുടെ പോണ്ടിന്ന് ആദ്യം തിങ്ക് ചെയ്തിട്ട് മാത്രമേ കളിക്കാൻ പറ്റൂ. ഇതിൽ കൂടി ഇങ്ങോട്ട് എന്തായാലും പോയിട്ട് കാര്യമില്ലല്ലേ, അവിടെ ഒത്തുമില്ല. ഓക്കെ ബെല്ല പോട്ടെ കുട്ടാ, മെല്ലെ പോ, മെല്ലെ പോ രാമു, മെല്ലെ. ഓക്കെ അയ്യോ പണി പാളി. എടാ മണ്ട, അത് ഇത്ര ഉള്ളു, തീർന്ന്. ഇപ്പം നമുക്ക് പോകേണ്ടത് നമ്മളെ തലൻ്റെ മേലെ ഒരു പൈപ്പ് ഉണ്ടാ, അതിൽ കൂടി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ പൈപ്പിനാണ് നമ്മൾ പോകേണ്ടി. ആ പൈപ്പ് നമുക്ക് നമ്മളിപ്പോൾ എങ്ങനെ എത്തല്? വിയല്ലേ. ഓക്കെ നമുക്ക് ഈ മേലത്തെ പൈപ്പ് നമുക്കാണ് എത്തേണ്ടത്. അതങ്ങനെ കയറിപ്പോയാൽ ചിലപ്പോൾ അവിടെ എത്താൻ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിമൊക്കെ എത്തണമെങ്കിൽ ഇതിൽ കൂടി പോയാലും കാര്യമില്ല, ഇപ്പം അതിൽ കൂടി പോയാലും കാര്യമില്ല. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പെട്ടടാ. എന്ത് ചെയ്യണമെന്നറിയാതെ ചെക്കൻക്ക് തല ഇറങ്ങണ്ടെന്നാവും. ഇതിൻ്റെ മേലേക്ക് എങ്ങനെ കയറില്ലേ? ഇവൻ ചാടി എന്തായാലും കയറാൻ പറ്റില്ല, അത് കൺഫേം ആണ്. ബട്ട് വേറെ എന്തെങ്കിലും ഒരു ചെറിയ വഴി ഓക്കെ ഒരു ഐഡിയ കിട്ടി. അവിടെ ഒരു ഇതുണ്ട്, അതിന് കൂടി കയറാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൂടി കയറാൻ പറ്റിയ കയറട്ടാ. ഓക്കെ നീ പോരുതടാ. എടാ എടോ ഓക്കെ അപ്പോ ഇതിങ്ങനെ വളഞ്ഞ് പൊന്നു പോയി ഗൈസ്, എല്ലാം പോയി. ഇത്രയും നേരം കളിച്ചത് ഫുൾ ഒറ്റടിക്ക് ഡിം ടിക്കുന്ന. ഒരു മിനിറ്റ്, ഈ മൗസൊക്കെ ഒന്ന് അത് റെഡിയാക്കി വെക്കട്ടെ. മെല്ലെ പോയാൽ മതി. ഓവർ ഷോട്ട് കണ്ട് പാഞ്ഞിട്ടുണ്ടെങ്കിലേ ഇത്രയും കളിച്ചതൊക്കെ വെറുതെ ഒക്കെ അടിക്കെത്തും. പിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഈ പൈപ്പ് ഈ പൈപ്പ് ഒന്ന് കഴിച്ചാലേ കിട്ടിയാൽ മതി ഗൈസ്. ബാക്കി മേലെ പിന്നെ ഓരോ പെരൻ്റെ ഇതൊക്കെ കയറും, അത് നമുക്ക് വലിയ സീനില്ല തോന്നുന്നു. പെരമ്പരാകുമ്പോൾ അത്യാവശ്യം നിൽക്കാനുള്ള സ്ഥലമെങ്കിലും ഉണ്ട്. പക്ഷെ ഇപ്പം ഇവിടുന്ന് എന്താ ചെയ്യുക? ഇത് വഴി കയറലാണോ അല്ല ഇതിങ്ങനെ റൗണ്ട് അടിച്ച് കയറാം, അതാണ് ഏറ്റവും നല്ലത്. അതിൽക്കൂടി കയറാൻ നോക്കിയാലേ ചിലപ്പോൾ ഒക്കെ അടുപ്പിലാവും. എന്തോ അടി കാല് കാണണം, കാല് കാണണം. സ്വർഗത്തിലേക്കുള്ള വഴി തന്നെ പോലെ സ്വർഗത്തേക്കാണ് പോണേ. കട്ടത്ത് കയറി പോണ്ട്. എവിടെത്തോ എന്തോ ഇവിടെ മോനേജ് ബുഗല്ല, ഞാൻ കാല് കുടിച്ച എൻ്റെ. അതിനോട് പറഞ്ഞിടത്ത കാര്യം നമ്മൾ പോയി ശാന്തിയാവും മോനെ. ഇനി ഉടനെ കയറണ്ടല്ലേ മാപ്പിട്ടിക്കാനെ. അവിടെ നിന്ന് ചാടിക്കാണ്ട് വേഗം പിടിക്കണേന്നു. അതാണ് ഇപ്പോൾ ഉണ്ടായൊരു പ്രശ്നം. നമ്മൾ കുറച്ചൊന്ന് ലേഗായി. നമ്മൾ അത്യാവശ്യം കുറച്ച് സ്പീഡിലൊക്കെ നടക്കൽ തുടങ്ങിയിട്ട് തോന്നുന്നുണ്ട്. കണ്ട നമ്മൾ കുറച്ച് ഓവർ ആവുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പം നമുക്ക്. പക്ഷെ എന്തോ ഇങ്ങനെ മെല്ലെ അങ്ങനെ പോവുമാണേനും, പക്ഷെ മെല്ലെ പോയാണ്ട് എത്തണില്ലേനും. മെല്ലെ പോകുമ്പോൾ എന്താ പറയുക, ഇത് നമുക്കിങ്ങനെ തിരിച്ചൊരു ഇതൊക്കെ ഭയങ്കര ടാസ്ക്കാണിത്. കുറച്ച് സ്പീഡ് പോകുമ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ കിട്ടുന്നുണ്ട്. ഇത് നിർത്തിക്കാണ്ട് നമ്മളിങ്ങനെ ഉണ്ട് പിന്നാണ്ട് നടത്തിക്കുമ്പോഴേ കുറച്ചും പാടി റിസ്ക് എനിക്ക് തോന്നുന്നുണ്ട്. പൊന്നു മോനെ, നേരത്തെ ഇവിടെ തൂറായിരിക്കണ മാതിരി എന്തോ കാട്ടിക്കൊണ്ടാണ് അടിക്കാൻ ഇറങ്ങിയത്.
അതവിടെ ചവിട്ടി കിട്ടിയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തേന്. ഓക്കേ നമ്മളെങ്ങനെയൊക്കെയോ തള്ളേ മുണ്ടാക്കി തള്ളേ മുണ്ടല്ലോ മുണ്ടാതെ നിന്ന് തള്ളേ എന്തൊക്കെ എൻ്റെ കുണ്ടി മുണ്ട പടച്ചോനെ പാളിയാ. ഇങ്ങനെ തന്നെയാണ് തോന്നുന്നുണ്ട്. കാരണം അവിടുന്ന് വേറൊരു വഴി ഇതിൻ്റെ വേറെക്കുള്ളത് ഞാൻ കാണുന്നില്ല. ഓക്കേ ഒന്ന് മുമ്പ് നിങ്ങടെ തിരി. ഓക്കേ പകുതി സമാധാനമായി ഗൈസ്. പോലെ നിലത്ത് കോയ ഒക്കെ പോയിട്ടാ. അങ്ങനെ ഒടുവിൽ ഗൈസ് നമ്മൾ വേറെ എവിടെയോ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിമ്മ കൂടെ ഇങ്ങനെ കയറി പോയാലും അങ്ങോട്ട് എത്തും. പക്ഷേ നമ്മൾ ഇതിമ്മ ചാടിക്കാണ്ട് പോയാലോ എന്നാണ് ആലോചിക്കണത്. പോയടാ പോയി. ഒക്കെ പോയി ഗായ്സ്. അങ്ങനെ വെണ്ണില ചന്ദനൊക്കെ എണ്ണം ഒറ്റയടിക്ക് തലത്തേക്ക് കൊണ്ട് ചത്ത്. ആയിക്കളെ അവിടെ പിന്നെ എന്തിനാടാ ബെഡ് കൊടുന്ന് വെച്ചത്? അല്ല കുണ്ടി. ഗായ്സ് നമ്മള് മറ്റൊരു വീഡിയോ ഇതൊരു സെക്കൻഡ് പാർട്ടായിട്ട് വരാം, അതാ നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാം. ചെറിയ എൻ്റെ സങ്കടം കണ്ടിട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. എന്തായാലും നമ്മളിതിൻ്റെ പാർട്ട് 2 വെച്ച് വരാം. ഒന്ന് കളിച്ചൊന്ന് പ്രാക്ടീസ് ആവണം, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. അപ്പോൾ എനിക്കിതിൻ്റെ ഒരു എയിം ഇങ്ങോട്ട് കിട്ടണില്ല, ഈ മൗസിൻ്റെ ഒരു പ്രശ്നം. പിന്നെ അട്ടത്തേക്ക് ഇനി എത്തേണ്ട മേലേക്ക് അതെന്ത് റിസ്ക്കാണ്. ഇപ്പോഴൊന്നും ഇനി കയറിയാണ്ട് എത്തൂല, അവിടെ എത്തണം. ഇഞ്ഞോ അലക്കൻ്റെ മൂടി കുറേ നേരം കളിച്ചുണ്ടാക്കേണ്ടി വരും. വയ്യ. നമ്മൾ പാർട്ട് 2 വെച്ച് വരാം. അപ്പോൾ ഓക്കെ, പാർട്ട് 2 വേണമെന്നുള്ളവർ പറയുക. അപ്പോൾ നമ്മൾ പാർട്ട് 2 ആയിട്ട് വരാം. എനിക്ക് കളിക്കാൻ അത്ര പറ്റുന്ന കേട്ടത്, ഇതൊക്കെ ഇഷ്ടപ്പെടുന്നില്ല. അവിടെ പോയിട്ട് നിലത്തേക്ക് കൊണ്ടുപോയി ചർച്ച ആകെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സീ യു.